ആരും മൈൻഡ് ഫക്കാണെന്നുള്ളത് എനിക്കറിയാം. അത് കരുതിയിട്ട് ഈ വാറിന് അങ്ങനെ കളിക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? എല്ലാവരും ഡൗൺ അത് ആണെന്നുണ്ടെങ്കിൽ അടിച്ചാൽ മതി. ലേറ്റ് ആയതുകൊണ്ട് ആർക്കും കളിക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ മൈൻഡ് ഫക്കായിട്ട് ആരും കളിക്കല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഇത്ര കാലമായിട്ട് ഈ സെർവറിൽ എന്നല്ല, ഈ RP ഹിസ്റ്ററിയിൽ തന്നെ ചിലപ്പം TVന് KVന് ഒരു ദിവസം തന്നെ അടിക്കേണ്ടി വരുന്ന ഗ്യാങ് നമ്മൾ മാത്രമാണ്. അത്രയും ടാർഗറ്റിങ്ങും ഇത്രയും പരിപാടികളെല്ലാം കിട്ടിയിട്ടാണ് നമ്മൾ മൈൻഡ് ഫക്കായിട്ടാണ് ഈ സിറ്റിയിൽ കളിക്കുന്നത് പോലും. എത്ര പേര് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ വാരം എന്തായാലും തോറ്റു, ഈ വാരം തോറ്റു കൊടുക്കാനാണോ നിങ്ങളെല്ലാരും പ്ലാന്? എല്ലാരും ചില്ലായിട്ട് നന്നായിട്ട് കളിക്കും, മനസ്സിലായോ? എല്ലാരും ചില്ലായിട്ടോ കളിയടാ. ഒരു നമുക്ക് അടിക്കാൻ മതി. 5 മിനിറ്റുള്ളിൽ അവിടെ എത്തണം കേട്ടോ. കുറുപ്പ് വന്നാ എല്ലാരും ഒരു ഷീൽഡിംഗിൽ അടിച്ചേ എങ്കിൽ പിന്നെ അവിടെ പോയി ജസ്റ്റ് തല കാണിച്ചിട്ട് പിറ്റേ തിരിച്ചു ഞാൻ എന്റെ ഹൈപ്പർ ഷിഫ്റ്റ് ഓൺ ആണോ നോക്കട്ടെ. ഓണല്ല. ഇതില് ജസ്റ്റ് ഒന്ന് മൈൻഡ് നോക്കി എല്ലാരും ഒരുമിച്ച് ഇറങ്ങി കളിച്ചാ അതെ പ്രിയാറിനെ ഇവിടെ കളിക്കുവാണെങ്കിൽ ഇവിടെ നമ്മളെ വരെ ഉറപ്പേ കുറുപ്പേ നീ വന്നെങ്കിൽ മറ്റേടത്ത് പോയായിരുന്നു. ഞാൻ റിപ്പയർ വന്നോണ്ടിരുന്ന ഇവിടെ അല്ല അവിടെ കുത്താണ്ടിരുന്നാ മതി. എടാ ഇറങ്ങ എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ 4 പേര് നിന്ന് അടിക്കുന്ന ആര് ഇത്? അടിക്കാം. എന്റെ ടയർ പോയി. കാര്യം പറയട്ടോ കുറുപ്പേ, ഒരാള് ഗോൾ വിളിച്ചാലും ശരിയാക്കും. മറ്റേ മല പോവാം, ചെറുത് പോവാം. വണ്ടി കയറി അപ്പുറത്ത് പോവാം. വണ്ടി കേറല്ലേ, ഇനി വേറെ ഗോളില്ലേ? അവന്മാര് എന്നെ പിടിക്കാനുള്ള മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ, വേറെ ഒരു മാർക്ക് ഇല്ലേ? മൾട്ടിപ്പിൾ മാർക്ക് അവിടെ ഇവിടെ ഒക്കെ വരുന്നുണ്ട്. ചെയ്യല്ലേ കേവിയമല്ല ആരാന്ന് എല്ലാരും ആണോ? ഞാൻ മേലെ ഇറങ്ങി നിങ്ങൾ ചെയ്യണം. നമ്മുടെ പ്രണവ് കത്തിണ്ട് കേട്ടാ. അത് നോക്കണ്ടോ കളി? കളിച്ചു നോക്കണ്ട കത്തിയേറെ നീ കേറിക്കേ. ഇവിടത്തെ മെഷീൻ നോക്കിക്കോണേ. വളഞ്ഞു കുത്തുള്ള പരിപാടി ഇതാ റൈറ്റിൽ എവിടെ കൊണ്ടുണ്ട് നമ്മൾ അതിന് വേണ്ടിട്ടാ കറക്കി കുത്തി പൊസക്കുവേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സൈഡ് കളി അങ്ങൊരു ഇത് വരുമ്പോ ഈ സൈഡ് കളി നമ്മള് ഫുൾ കവർ എടുക്കണം, നമ്മുടെ കൺട്രോൾ എടുത്താൽ ഞാൻ വണ്ടി കൊണ്ട് അത് കവർ എടുക്കാം. അവന്മാർക്ക് കവറായി പോകരുത്, നിങ്ങൾ അതിൽ നിന്ന് അടിച്ചോണ്ട് ഇരിക്കണം. ഡിസ്കൗണ്ട് അവന്മാര് ഒരുമിച്ച് വരാൻ നോക്കുന്നുണ്ടേ. നിങ്ങൾ എന്തായാലും ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് ഈ സ്ഥലത്ത് കണ്ടാൽ മതി. അവന്മാര് നിങ്ങളെ കുത്തിക്കും, ആള് കുറവായോണ്ട്. നമുക്ക് ഈ മല കൊടുത്താലോ അവർക്ക്? കൊടുത്തിട്ട് ഇറങ്ങി ഒരു സ്പ്ലിറ്റ് ആയിട്ട് എവിടെങ്കിലും ഇവൻ മാത്രം ഇറങ്ങുന്നുള്ളൂ. ഇവൻ അല്ലാണ്ട് കൊടുത്താല് പ്രശ്നം തരടോ. പിന്നെ ഇവിടെ ഇരിക്കട്ടെ. എടാ ഞാൻ ക്യാമറ ഇതിന്റെ മണ്ടയ്ക്ക് നിൽക്കുന്നവരെ പുഷ് ചെയ്ത് അടിക്കാൻ പറ്റും. അന്ന് ചെയ്യുന്നവരെ കളിച്ചാൽ മതി. ഇപ്പൊ പറയണേക്ക് ഈ ഇതുപോലെ ആരെങ്കിലും വണ്ടി വേറെ ഏത് സൈഡിൽ നിൽക്കുന്നുണ്ടോ നോക്കി. ലെഫ്റ്റിലത്തവൻ അല്ലാണ്ടേ ആറിച്ച് കുറച്ച് ഷോ അവൻ ഇറങ്ങിയാ അവിടെ ഇറങ്ങിയേക്ക്
ഇറങ്ങിക്കാണെ പോയി കുത്തുന്നോ? രണ്ട് വണ്ടി റൈറ്റ് സൈഡ് ആയിട്ട് കുത്തണേ. ഈ ഒരു കല്ല് കുത്താവല്ലോ. ഞാൻ മലയുടെ ടോപ്പ് കുത്തിക്കേ. ഒരാൾ കുത്തിക്കാം. അവന്മാര് പോയി. മല എടുത്തോട്ടെ അതിന് വേണ്ടിട്ട് തന്നെ പോക്കോട്ടെ. ഇവിടെ ഈ റെഡ്ജ് കുത്തോട്ടെ. ഈ മല ഇറക്കി 740. പ്രണാവിന്റെ ഇങ്ങോട്ട് വരണ്ട. എടുത്തെങ്കിൽ തിരിച്ച് കേവിയ മല. ഒരു റിപ്പയർ ഉണ്ടെങ്കിൽ റിപ്പയർ ഉണ്ടെങ്കിൽ കേട്ടാ റിപ്പയർ ചെയ്യണേ പെട്ടെന്ന്. അവന്മാര് വരുന്നുണ്ടേ. ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡ് കളിക്കണേ. നമ്മള് നിന്ന് കളിക്കണേ റൈറ്റ് സൈഡ് കളിക്കണേ. ഇവിടെ അവന്മാർ ഒരാൾ കത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ പേര് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എവിടെ അടിച്ച് തീർക്കാൻ വേണം. എടാ എന്റെ വണ്ടി ഇവിടെ കുത്തി ഇട്ടേക്കാണ്. അമ്മയുടെ ഇറങ്ങിക്കാണ്. അമ്മയുടെ കുത്തി നിർത്തിയേക്കാണോ? അല്ലല്ലോ നമ്മളാണ് പിങ് നോക്കണം. അവിടെ ഞാൻ നോക്കിയപ്പോ വേറെ മൾട്ടിപ്പിൾ മാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി അടിക്കാവോ? ഇവിടെ പിന്നെയും കുത്തിയിട്ടുണ്ടല്ലോ. അവിടെ പോയി എടുത്താൽ അവിടെ കുത്തി നിൽക്കുവാണോടാ? അല്ല ഇറങ്ങിയിട്ടില്ല. ഈ മല കളിക്കാൻ പക്ഷെ എങ്ങോട്ട് പോകണം? അതുകൊണ്ടോ ഫ്ലഫി നമ്മൾ അത് പറഞ്ഞ എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇതിന്റെ ഒരു അവൻ വന്നെന്നാണ് നീ പറഞ്ഞത്. തേങ്ങ അടിക്കായിരുന്നു ഇവിടെ മണ്ടേക്കുന്ന. എടാ ഈ റിഡ്ജ് കുത്തി എടുക്കുന്ന ഇവിടെ ഓടിയോ എല്ലാരും വണ്ടി കയറിയോ ആ റിഡ്ജ് കുത്ത്. മേളില് കയറണേ. മേളിലൊരു വണ്ടി കുത്ത്. വണ്ടി ദൂരെ പോവല്ലേ? ഇറങ്ങ് എല്ലാരും വീഡിയോ ചെയ്ത് കളയുന്നു. നിങ്ങൾ ഇറങ്ങി ടയറടി പറഞ്ഞേക്ക്. ടയർ മോളിൽ കയറി. നിന്റെ മോളിൽ കയറി. അതിന്റെ മോളിൽ കയറി. എടാ ഈ സൈഡ് കളിക്കണേ. ഇവിടെ കുത്തിയായിട്ട് അവന്മാര് കൊണ്ട് കുത്തിച്ചേ. തിരിച്ചിറങ്ങിയില്ലേ? ഇമാർക്ക് പ്രഷർ കൊടുത്ത് തന്നെ കൊടുറാ. ഇമാർക്ക് പേടിയുണ്ടോ? എന്റെ പിങ്കില് ബിലാലും കത്തിയിട്ടുണ്ട്. വേറെ ആയാലും രണ്ടുപേരും ഓ എടുക്കാം. ഇല്ലടാ അത് ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് കൊണ്ട് നിൽക്കുന്ന നേരത്താണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ അത് ബാക്ക് എടുത്തപ്പോഴാണ് ഞാൻ അതിന്റെ ആക്ഷൻ വരുന്നതിന്റെ. മൂന്നെണ്ണൊക്കെ കത്തണത് ശോകമാണ്. റിപ്പയർ ചെയ്യുവാണേ. റിപ്പയർ ചെയ്തോ? എടാ ഇപ്പൊ അമ്മ പുഷ് ചെയ്യുവാണെങ്കിൽ വണ്ടി കയറി ഇത് വാണിംഗ് വരട്ടെ. നമുക്ക് ബാക്കിയുള്ളവർ കയറാം. മാക്സിമം ഹോൾഡ് 5 മിനിറ്റ് വാണിംഗ് വരട്ടെ. ഇറങ്ങിയില്ലേ? ബിലാലിനെ തൂക്കണമെങ്കിൽ ബിലാൽ അവിടെ അല്ലേ? ബിലാലിനെ തൂക്കണമെങ്കിൽ അവിടെ പോണം. ബിലാൽ ഇപ്പോഴത്തെ പിങ് ഇവിടെ കുഴപ്പമില്ല. മൾട്ടിപ്പിൾ പിങ് ഉണ്ടാ ഇവിടെ. നമ്മളെ ഒരു സ്ഥലത്തോട്ട് ഇനിയും പിടിക്കത്തേ ഉള്ളൂ. പറ്റുമെന്ന് ആണ്. നമ്മളെ റിപ്പയർ കിട്ടുണ്ടോ? ഒറ്റ വണ്ടിയുള്ള ഒരാളെ പോയി പിക്ക് എന്റെ ഉണ്ട്. പക്ഷെ എന്റെ മൗസ് ഇറങ്ങണം. വന്നില്ല. നമുക്ക് ഇവിടെ നോക്കാം.
പിക്ക് ചെയ്യാൻ നിന്നോട്ടോ ചില്ലാവോ ചില്ലാവോ എന്താ ഒരു മിസ്റ്റേക്ക് പറ്റാൻ എഴുതിട്ട് അങ്ങനെ ബ്ലെയിം ചെയ്യാലല്ല മനസ്സിലായോ നമ്മളെ മലയിൽ ഇറങ്ങട്ടെ നമ്മളെ മലയിൽ ഞാനത് അവിടെ നിർത്തിട്ട് പറഞ്ഞതാ പക്ഷെ അവിടെ നിന്ന് പറഞ്ഞല്ലേ ഗേബിയമലയാണ് ബിലാലിന്റെ സൈഡല്ല. ആര് ആദ്യം വരാൻ പോണേ? അലക്സ് ആണോ ബിലാലാണോ? അങ്ങനെ ആ സൈഡ് ബിലാലാണെങ്കിൽ ആ മല കൊണ്ട് കുത്തിക്കണം. കുറുപ്പ് വന്നാ ലോഡിംഗ് സ്ക്രീനിൽ പോലും ഇല്ല, ബിലാല് മാത്രമേ ഉള്ളൂ. ബിലാൽ എവിടുന്നാ കുറുപ്പൂടെ വന്നിട്ട് പോവാം. നമ്മളാളില്ല. ഫ്ലഫി നീ ആ ബിലാൽ എടുക്കാൻ നോക്കണ, നീ അല്ലേ സിംഗിള്? ആണ് ഞാൻ നോക്കാം. നീ ബിലാലിനെ മാക്സിമം എടുക്കാൻ നോക്കും. നീ പിങ്ങിന്ന് ഇല്ലല്ല, ഞാൻ പറയട്ടെ, ബിലാലിനെ പൊക്കുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പുഷ് ചെയ്യുന്ന കാണിക്കണം. എന്നിട്ട് അവിടെ പോയി പെട്ടെന്ന് പിക്ക് ചെയ്ത് തിരിച്ച് ഇതാണെങ്കിൽ ഇവിടെ വരണം തിരിച്ച്. പക്ഷെ ഇവിടെ ഞാൻ പിക്ക് ചെയ്തോ. ഇവിടോട്ട് വന്നേ, ഈ റോഡ് അങ്ങോട്ട് പോണേ, ബിലാലിന്റെ സൈഡിലോട്ട് നമുക്ക് പോവാം. കുറുപ്പ് കയറുന്നുണ്ട്. അല്ല ഒന്ന് താഴോട്ടിറങ്ങ് ജസ്റ്റ് വീണ്ടും കയറിയ പോരെ. കുറുപ്പും അലക്സ് ഇവിടെ കത്തിയത്, ഇവിടെ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മള്. ഒറ്റ കൊള്ളാണ്ടേ നമുക്ക് ജസ്റ്റ് ഈ റോഡിന് ഇവിടെ മരപ്പെട്ട് തിരിച്ചു വരാം. അവന്മാരെ പേടിപ്പിച്ചിട്ട് തിരിച്ചു വരാം. കുറുപ്പിനടുത്തും കുത്തറ റെഡി ഇല്ല മോനെ, റെഡി കയറി പയ്യ. അവൻ ബാക്കി കുത്തി, നമ്മളെ ബാക്കി കുത്തി. കുറുപ്പേ അലക്സ് ദൂയിക്കാം, അലക്സ് ദൂയിക്കാം, അലക്സ് തേങ്ങ ഇങ്ങനെ കത്തുന്ന ഇങ്ങനെ അറിഞ്ഞൂടാ. മറ്റേ മല നിർത്ത്, മറ്റേ മല ഇവിടെ ചോപ്പ് നിർത്ത്, ചോപ്പ് നിർത്ത്, നിർത്ത് 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 നിർത്ത്. ടയർ അടിച്ചു വിട്, ടയർ അടിച്ചു വിട്. തിരിച്ചേറിയ സീക്കമാര് മാത്രമല്ലേ വരാൻ. നമ്മളെ മലയിലാണ്. എടാ ഇനി നമ്മുടെ പരിപാടി ഇവിടുന്ന് കൊണ്ട് നിർത്തി കൊടുക്കണം. ബാക്കിയുള്ളവർ ഔട്ട്പുട്ട് കയറി വരാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് കിട്ടോ. എടാ ഒറ്റയ്ക്കുള്ളൊരു വണ്ടി ഇവിടെ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നടിക്കണം, മനസ്സിലായി? നിന്നടിച്ച് കയറ്റി കയറ്റി കൊടുക്കണം. സോളോ വണ്ടി ആരാ ഉള്ള? വെയിറ്റ് അല്ല നമുക്ക് ആ വീട് കേറാൻ പറ്റത്തില്ല. കുറപ്പേ കയറി കഴിഞ്ഞാൽ അവന്മാര് അവിടെ നിന്ന് അടിക്കും. അതാ അവന്മാര് നേരത്തെ നമ്മൾ കളിച്ച് മനസ്സിലാക്കി കളിച്ചേ. അവന്റെ അടുത്ത് പറ. ഈ വണ്ടി ഞാൻ പുതിയ വണ്ടി ചെയ്യാൻ പറഞ്ഞു ടോമിനോട്. കംപ്ലീറ്റ് മാറ്റാൻ പോവാ. എല്ലാ വണ്ടിയും മാറ്റാം. ലിഫ്റ്റഡും ലോവറും 6x6 ഒക്കെ പറഞ്ഞു മാറ്റാം. അമ്മര് വണ്ടിയിലേക്ക് എനിക്ക് ഞാൻ കുത്താറ് അടിക്കുന്നോ. വണ്ടിയിൽ അമ്മര് കേറുവാണെന്ന് കണ്ടാ കൊണ്ടുപോയി കുത്തിക്കോണേ. എവിടെ കുത്തണ്ടേ? സൈഡാന്ന് ഇവിടെ പറഞ്ഞു. ഇങ്ങോട്ട് കുത്തിയാ മതി. ഈ സൈഡിൽ വരുമ്പോ കൂടെ പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. തിരിച്ചു കയറാ. വണ്ടി കയറിയാ? ഒരു വണ്ടിയുള്ളൂ, ഒരു വണ്ടിയുള്ളൂ. കുത്താണേ കുത്താണേ കുത്തേ.
നമ്മളെ അണ്ണാക്കിലെടുത്ത കത്തി നമ്മ അണ്ണാക്കില് കൊടുക്കാം പക്ഷെ ഈ റൈറ്റ് സൈഡ് ഇവിടെ കൊണ്ടേ കുത്തുന്ന അന്നത്തെ ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ എല്ലാരും കേറിയില്ല ബാക്ക് ടു ബാക്ക് ഇങ്ങോട്ട് വരുന്നത് അടിച്ചു കയറ്റ് അതിനടി ഇവിടെ വന്ന് കുത്തിട്ട് അവിടുന്ന് അവിടെ തടിയറാ അടിച്ചോ വെച്ചടിച്ചോ മണ്ടക്കൂത് താഴെയുള്ള മലടിയടാ കിട്ടിയടാ അവിടെ കിട്ടിയടാ അവിടെ പൊതിഞ്ഞടി ഇവിടെ മൂന്നുണ്ട് നമ്മുടെ പെട്ടിക്കാണ് അവിടെ ഈ മല വന്ന് കുത്ത് ഡ്രൈവേഴ്സ് വണ്ടി എടുത്തോ ഹീൽ ചെയ്യുമ്പോ ഇത് പണ്ണ് പൊട്ടിച്ചോളാ റേസ് നോക്ക് അല്ല റേസ് നോക്ക് വണ്ടി വന്ന് കയറാം ഇവിടെ വാടാ തിരിച്ച് മേളി വാടാ നമ്മൾ നിന്നെടുത്ത് ഈ മാർക്കുവാ മിണ്ടാണ്ടി ഈ മാർക്കുവാ കവറെടുത്ത് കളി വാട ഈ വണ്ടിയുടെ കവറിട്ട് കളിയാ പന്നി വിടണം എടാ ഈ 1000 നോക്ക് 1000 ഫുള്ള് നോക്ക് 1000 പാറയോടാ അങ്ങോട്ട് പുഷ് ഈ മല എല്ലാം പണ്ട് കഴിഞ്ഞ കഴിഞ്ഞടാ കണ്ടികളെ പച്ച കണ്ടികളെ കണ്ടടാ കഴിഞ്ഞ എടാ വേറെ ഒരുത്തനും കൂടി കത്തിയിരുന്നല്ലടാ തലപ്പതി പറഞ്ഞിട്ട് വേറെ ഒരുത്തനും കൂടി കത്തിയിരുന്നില്ല അവനാണ് വന്നത് നീ ഇനി ഇടുകയുള്ളൂ കേട്ടാ ഇനി ഇടുകയുള്ളൂ നീ ഇനി ഇടുകയുള്ളൂ സാധാരണ സാമാനം തങ്ങിയ അവനങ്ങടെ എടുത്തേ അവന്റെ അടുത്ത് 2 ഡയലോഗ് അടിക്കാണ്ടല്ല എല്ലാരും ഒന്ന് കൂട്ടിയാണ് എടാ മതി എല്ലാരും ഒന്ന് കൂട്ടി വെക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേ ഈ പിങ്ങിൽ കൊണ്ടുവരേ എല്ലാരും ഇങ്ങോട്ട് കൂട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേ കണ്ട വിളയിലൊക്കെ ഇല്ലാതെ തൂക്കിയിടുവാ
പടി അവന്റെ ഇല്ലാത്തിനാണ് കണ്ട വിളയിലേക്ക് ഇറക്കുന്ന എടുക്കുക അവനെ. എടാ അതായത് നമ്മളെ വണ്ടിന്റെ അകത്തൊക്കെ കേറി ഇരിക്കുന്ന അങ്ങനെ ഇവനൊക്കെ പിടിച്ചിട്ട്. അയ്യോ ലിഫ്റ്റ് ആണോ നോക്കിയേ. ആരും തെറിയെന്ന് വിളിക്കല്ലേ. അവനെന്താ തീറ്റ കൊടുക്കുന്നത് സാഗർ മുൻസി കളയോ നീ സാഗർ മണ്ണയ്ക്ക് ഇങ്ങനെ വാ തുറന്ന് തൂറാൻ എന്ത് കൊടുക്കുന്നു? ഇല്ല നിങ്ങൾ എല്ലാരും വന്നിട്ടേ ഇവിടുന്ന് ഇതാക്കുള്ളൂ. രാജുഭായി എല്ലാരും കൂടി തിരിച്ചു വാ. ഇത് പാലം കിടക്ക 1 മണിക്കൂർ എടുക്കും. തൊണ്ട ഏത് മനസ്സിലല്ല. എടാ സാഗറേ മേലലിപ്പി വല്ലതും ഉണ്ടോ? അതിന് മാത്രം കഴിവൊന്നുമില്ലെന്നില്ല അറിയുന്നില്ല അറിയാം. അപ്പൊ വാറൻ എന്തായാലും നീ കാണൂല. മറ്റേ കാർലോനൊക്കെ മാറ്റിയിട്ടാ. കാർലോനെ മാറ്റിട്ട് കുറുപ്പിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്ന് കേൾപ്പിച്ചു അവന് സൗണ്ട് ബൂസ്റ്റ് ചെയ്യുന്ന കേൾപ്പിച്ചു കുറുപ്പ് വന്നിട്ട് അവനെ കേൾപ്പിച്ചു കൊടുത്തിട്ട് അവനൊന്ന് പോയാൽ എടാ ഒരാള് ഇവിടെ കത്തിക്കാൻ നിക്കണ്ട, മനസ്സിലായ? ഒരാള് കത്തിക്കണ്ട. നിനക്ക് എന്തെങ്കിലും മനസ്സിലായി. ഇവിടെ ആദ്യം സൗണ്ട് ബൂസ്റ്റ് പഠിപ്പിച്ചാലറിയോ കമ്പ്യൂട്ടറിൽ സ്വന്തമായിട്ട് നീ എന്തെങ്കിലും കഴിവ് ഉണ്ടാക്ക്. മനസ്സിലായോ? കണ്ടവന്മാരെ താങ്ങി നക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പറഞ്ഞിട്ടില്ല. എടാ ഞാൻ പറയട്ടെ, അല്ലല്ല ഇവന്മാർക്ക് വാടകയ്ക്ക് ഒരു 5-6 വണ്ടിയും കൂടി എടുത്തു കൊടുക്കുക. 5-6 വണ്ടിയും കൂടി എടുത്തു കൊടുക്കുക. ആ വണ്ടിയിലൊക്കെ ആരെയും കേറുന്നതിന്റെ പേരിലൊക്കെ എങ്ങനെ ഇവന്മാരെ വന്നാണ്ട് സിറ്റുവേഷൻ എടുക്കട്ടെ. സാഗർ എവിടെ? അതില് സാഗർ എവിടെ? എവിടെടാ എവിടെ ഡമ്മി എന്ത്? മോനെ ഡമ്മി മോനെ ഇതാണ് സൗണ്ട് ബൂസ്റ്റ്. മനസ്സിലായി? സൗണ്ട് ബൂസ്റ്റ് കേൾക്കുന്നുണ്ടോ വാണമേ? ഇതാണ് ഡമ്മി വാണമേ. ഹെൽമെറ്റും ധാരാളം അറിയില്ലേ പാപ്പ? അല്ല അപ്പാപ്പനെ കാർലോനല്ലല്ലോ കാണണ്ടേ? അപ്പാപ്പനെ കാണേണ്ട ആൾക്കാർ അവിടെ ഉണ്ട്. ബാബാ അപ്പാപ്പൻ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അപ്പാപ്പനെ കാണേണ്ട ആൾക്കാർ അവിടെ. വാസ്കോ കണ്ടി. അല്ലല്ല ഇതിലൊരു അബ്ബാസ് ഉണ്ടായിരുന്നു. ഇതിലൊരു അബ്ബാസ് ഉണ്ടായിരുന്നു. ഒരു അബ്ബാസ് ഉണ്ട്. KV ഒരു അബ്ബാസ് ഉണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞാൽ നീയൊക്കെ ഉണർത്താന്ന് പറഞ്ഞല്ലോടാ. ഉണർത്തറ നീ കണ്ടില്ലേ? കാണട്ടാ 3 ദിവസം കഴിഞ്ഞാൽ നീയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. എന്ത് രാജുഭായി? ഈ ചീത്തവിളിന്റെ ഇടയിൽ കേൾക്കുന്നില്ല. രാജുഭായി എന്താ പറഞ്ഞ? റേഡിയോ കോള് കേട്ടില്ല. പറ പോയാ എല്ലാരും വാ. കത്തിയരൊക്കെ തിരിച്ചു വാ. ഇങ്ങോട്ട് ഈ മരത്തിന്റെ ചോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവന്നിട്ട് തണലത്തിട്. അല്ലല്ലേ ഇവന്മാർക്ക് നക്കാൻ അറിയത്തുള്ളൂ. ആക്ടർ മനസ്സിലായില്ലേ? ഈ ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് ഒന്ന് നക്കാൻ അറിയത്തുള്ളൂ. നാളെ തൊട്ട്
ഇട്ടുകൊണ്ട് നടക്കണം എല്ലാവരും ആ പട്ടി പേരിഞ്ചക്ഷൻ വെച്ചോടാ നമുക്ക് ചാടി കടിക്കും അവൻ. പേഡ് ഇഞ്ചക്ഷൻ ഇന്നാളൊന്നും എടുത്ത് ഏറ്റില്ല ഇവനെ പോലത്തെ എങ്ങനെ ഏറ്റാനാ മനുഷ്യനല്ലല്ലോ വലിയ മനസ്സിലായില്ലേ വലിയ പേപ്പട്ടി. അയ്യോ എന്തൊക്കെ ആയിരുന്നു ഹലോ ഹലോ അല്ല ഇനി അടുത്ത 3 ദിവസം കഴിയുമ്പോ പിന്നെ വരുമോ? അടുത്ത 3 ദിവസം കഴിയുമ്പോ പിന്നെ വരുമോ? അത് അണ്ണന്മാരെ അകട് പിടിക്കാൻ വരുമോ ഇവിടെ പ്രാവശ്യം? കണ്ടവന്മാരെ സിറ്റുവേഷൻ ഇടയ്ക്കൊന്ന് അടി ഒന്ന് താങ്ങി ഇന്ന് കൊണക്കാതെ അല്ലല്ല സ്പീഡോ അത് സ്വന്തമായിട്ട് അല്ല സ്പീഡോ തൂറാത്തോൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട് മനസ്സിലായോ? തൂറാത്തോൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടാണ് ഈ കിടക്കുന്നത്. 3 ദിവസം കഴിയുമ്പോ അടുത്ത 3 ദിവസം കഴിയുമ്പോ മാമന്റെ മോന്റെ മുടി ഒരു മിനിറ്റ് ഏതോ കണ്ടി ചോദിച്ചായിരുന്നല്ലോ ഇല്ല ഇത് വാർ ഫോക്കസ് ചെയ്യണതിന്റെ മാത്രല്ല ഇത് കൊണക്കാതെ നോമാരെ വിടേണ്ട ഒരാവശ്യമില്ല മനസ്സിലായ? അപ്പാപ്പനെ ഹോസ്റ്റേജ് എടുക്കുക ഒരു കാര്യമല്ലാതെ വെറുതെ വന്നാണ്ട് MRC ആണെന്ന് പറഞ്ഞിട്ടു അപ്പാപ്പനെ അതേമാതിരി കാർലോ ആക്കണ മരത്തിൻ്റെതായ ഞാൻ തന്നെയല്ല അവിടെ കൊണ്ടുവന്നിടാ പറഞ്ഞേ മാറ്റിടാന്. ആരോടാ എന്തെറ്റി വെച്ചേ? മരത്തിൽ പ്ലക്കാൻ വെച്ചിരിക്കുന്ന ആളെ പ്രണവ് പ്ലക്കാൻ വെച്ചതാ. കുറുപ്പേ പ്ലക്കാൻ വെച്ച വലിച്ചു കുറുപ്പിന്റെ ആള് അവിടെ കുറുപ്പെന്തേ രാജുഭായ് എന്തേ? കൊല്ല് നെഞ്ഞത്തോടെ തന്നെ ഇടിച്ചു കയറ്റി. നിനക്ക് മനസ്സിലാണ് എന്റെ സൗണ്ട്? ഇതാ മനസ്സിലായ മൊണ്ണ എന്റെ സൗണ്ട് മനസ്സിലായ മൊണ്ണേ? മൊണ്ണേ ഡമ്മി മൊണ്ണേ എവിടാ ഡമ്മി ഡമ്മി നിനക്ക് ഞാൻ സൗണ്ട് കേൾപ്പിച്ചാടാ മൊണ്ണേ എന്റെ സൗണ്ട്. ഡമ്മി കാർലോ എടാ കഴിവില്ല ഡമ്മി മൊണ്ണേ മനസ്സിലായ എന്റെ സൗണ്ട് മനസ്സിലായടാ മൊണ്ണേ നിനക്ക്? ഇതാണ് എന്റെ സൗണ്ട് മനസ്സിലായടാ മൊണ്ണേ? മനസ്സിലായോ മൊണ്ണേ? ഇങ്ങനെയാണ് സൗണ്ട് ബോസ്. നീ നോർമലായിട്ട് സംസാരിച്ച നീ എന്റെ അടുത്ത് കൊളയടിക്കാൻ വരുന്നതാടാ മൊണ്ണേ. അടിയോണ്ട് തൂറുന്ന നീ വെറും ശുക്ല മനസ്സിലായ? നീ വെറും ശുക്ലാണ് മനസ്സിലായി? ആ ഗാങ്ങിന് വെറും മൊണ്ണ ലീഡറാണ് നീ മനസ്സിലായി? വെറുതെ ഒരു ഫ്രണ്ട് ഡമ്മിയായിട്ട് നിർത്തേക്കുന്ന മൊണ്ണ ലീഡർ. വേറെ ഒന്നും നിന്നെ വെറുതെ വാളത്തിനെ പോലെ നിർത്തിയേക്കാണ് ഫ്രണ്ടില് മനസ്സിലായില്ലേ? നോർമൽ സൗണ്ട് ആണ്. ഒരു പയ്യനുണ്ടാ മറ്റേ ഇന്നാളെ കഴിഞ്ഞ പ്രീവാർ അടിച്ചിട്ട് ഷേക്കിന് അടിക്കാൻ പറ്റിയ ഊമ്പെന്ന് പറഞ്ഞില്ലേ അവനെ ഒന്ന് വെക്കണമല്ലോ? മുങ്ങിയതാട്ടെ അല്ലല്ല അബ്ബാസ് ഇത് അബ്ബാസ് അല്ലേ? ഇതന്നെ അബ്ബാസ് നീ ഊമ്പും ഇതല്ലടാ നീ പറഞ്ഞില്ലേ ഊമ്പും മനസ്സിലായ? നീ വാസ്കോ നീ ഊമ്പും അബ്ബാസ് ഊമ്പും. അബ്ബാസെ ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറഞ്ഞുതരാം മോനെ. നീങ്ങോ നിന്റെ ഒറ്റ കൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇല്ല ഞാൻ ഇവനോട് ഒരു കാര്യം പറയണ്ടേ? ഇങ്ങോട്ട് വാ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം അബ്ബാസെ അയ്യോ ഇതെന്താ? ഞാൻ വൾഗർ ലാംഗ്വേജ് ഒന്നും പറഞ്ഞിട്ടില്ല അഡ്മിനെ. മറ്റേ ഊമ്പും മൾട്ടിപ്പിൾ പറയാം. ഊമ്പെന്നുള്ള നീ പറയല്ലേ? അത് പറഞ്ഞാലാണ്. വാസ്കോ ഇല്ല മോനെ ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയാം. എനിക്ക് നിന്റെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞുതരാണ്ട്. നീ ഇത് കേക്കണം. നീ പോയി VC-ലൊന്നും ഇരിക്കല്ലേ? ഞാൻ പറഞ്ഞേ എടാ നിങ്ങള് ഇവരെ വെറുതെ താങ്ങി നിക്കല്ലേ? അവന്മാർക്ക് എന്തായാലും നിങ്ങളെ വേണ്ട. അവന്മാര് നിങ്ങളൊരു സിറ്റുവേഷനിൽ വന്ന്
അവന്മാരെ ഇടപെടുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തിനാടാ വെറുതെ അവന്മാരെ ഞങ്ങൾ തൊടുന്നുണ്ട് എന്ന് കരുതിക്കാണ്ട് അല്ലെങ്കിൽ അവന്മാരായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ല നിന്റെ ഫേസ് കാണുന്നില്ല, അവനെ പുറത്തിട്ടാണ്. എടാ എനിക്ക് കാണുന്നില്ല അവനെ. എടാ നീ വെറുതെ അവന്മാരൊന്നും സപ്പോർട്ട് ചെയ്തിട്ട് അവന്മാരൊന്നും നിന്റെ അടുത്ത് ചോദിക്കാൻ വരില്ല. പിന്നെ എന്തിനാടാ നീ മാത്രം അവന്മാരെ ഞങ്ങൾ തൊടുമ്പോ നീ അവന്മാരെ കാര്യത്തിൽ ചോദിക്കാൻ വരുന്നത്? എടാ നീ എന്തിനാടാ വെറുതെ ഇങ്ങനെ ഒരു അബ്ബാസായി ജീവിക്കുന്നത്? എന്തിന് അബ്ബാസേ? ഹലോ അബ്ബാസ്, ഹലോ രതീഷ്, എണീക്ക് രതീഷ് അതെന്താ മാരിക്ക് അങ്ങനെ ഒരു ഈ ഡമ്മിയുടെ ഫ്രണ്ടിൽ ഒന്ന് കസേര ഇട്ടിരിക്കും ഷേക്ക്. ഇവിടെ ഒരു കസേര അവന്റെ വായി കയറിയിരുന്നോ ഡമ്മിയുടെ? ഇവന്റെ നെഞ്ചത്ത് മൊത്തം തൊളയാണല്ലോ. ഇത് ആരിട്ടു? തൊളവടെ അടിച്ചു അവന്റെ അടിച്ച് തൊള ഇട്ടോളാം. ഇതിപ്പോ താഴെ മേളിൽ എല്ലായിടത്തും തൊള വീണല്ല. അല്ല പ്രണവ് നേരത്തെ മരത്തിന്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യം ചെയ്യ്, ഒന്നൊന്നായിട്ട് പിടിച്ച് മാറ്റി കത്തിക്കും, ഒന്നൊന്നായിട്ട് കത്തിക്കും. മനസ്സിലായോ? കിട്ടി 6 മണിക്ക് വന്ന ഷൂ കിട്ടിയിരിക്കുന്നു രാജുഭായി. അല്ലല്ല ഓനാണ് എനിക്ക് വേണ്ടത്. എവിടെ സാഗർ? 2 മിനിറ്റ് കത്തിച്ച് വിടണേ. 2 മിനിറ്റ് കഴിയുമ്പോ താളം അടിക്കാനുള്ള അയ്യോ അല്ലല്ല ഇതാരാ? പൈറേറ്റ്സ് ഓഫ് ദ കരേബിയനിലെ മറ്റേ ഇവനോ? ജാക്സ്പെയർ ആണോ ഇത്? മാക്കേ അല്ല, പൈറേറ്റ്സ് ഓഫ് ദ കരേബിയനിലെ ജാക്സ്പെയർ ആണിത്. ഇതെന്താണിത്? ഇത് ആരിവൻ? ഇവൻ ആരിവൻ? ഞാൻ ഒരു കാര്യം പറയട്ടെ, KVL ആകെയുള്ള ഒരു അച്ചിപ്പട്ടിയാണ് കൊരക്കാനുള്ളത്. എന്തുവാടാ മാലിക്കേ? എന്തുവാടാ നിന്റെ പഴയ ഫ്രണ്ട്സിനോടൊക്കെ നീ പറയണ്ടേ ഇങ്ങനെ? ഹലോ പെഡിഗ്രി കഴിച്ചോ? അയ്യോ എന്നെ കൊണ്ടുപോകണം ഹേക്ക്. അവർക്ക് മറ്റല്ല ഓസ്ട്രേലിയ വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലോ എന്നെ ഒന്ന് കൊണ്ടുപോകണം ഹേക്ക് മീറ്റിങ്ങിന്. മീറ്റിംഗ് തന്നെ കൊണ്ടുപോണേ. ആരൊക്കെ കൊണ്ടുപോണ്ടത്? DNL ഇക്രോ മുണ്ടച്ചോനെ ഞാൻ എന്തായാലും പോവും. എന്നെ വിളിച്ചാണ്. എനിക്ക് ഉറപ്പെന്തായാലും കാണും. 5 ആൾക്കാരൊന്നും കൊണ്ടുപോകില്ല. എല്ലാരും പുറത്തു വന്ന് നിന്നോ ആണെന്നുണ്ടെങ്കിൽ. എനിക്ക് സംസാരിക്കണം. അവന്മാർക്ക് വേണമെന്നല്ലേ പറഞ്ഞേ. ഞാൻ ലിഫ്റ്റ് ഇട്ടിരുന്നു. കാണുവരും ചേട്ടൻ. ഞാൻ നമ്മുടെ കഴിഞ്ഞ് എടാ എനിക്ക് വീഡിയോ ആരും ടാബ് ഒന്നും ഓണാക്കല്ലേ? ഒരു കാര്യമുണ്ട് ചേക്കെ. നാളെ ഞാൻ പാണ്ടിക്കാടിലോട്ട് വരും. എന്നെ വീട്ടിൽ ഞാനൊരു കാര്യം പറഞ്ഞാ, എല്ലാരും വന്നോ മീറ്റിങ്ങിൽ സംസാരിക്കാനേ ഫ്ലഫിനെ കൊണ്ടുപോകണം നിർബന്ധ. മനസ്സിലായോ? ഞാനും വരും. എന്നെ കൊണ്ടുപോകണം. എനിക്ക് സംസാരിക്കണം. എന്തെന്ന് ചോദിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുക അവന്മാരെ കൊണ്ട്.
ഫ്ലഫി ഗ്യാങ് ഹൗസിൽ ഒന്നാണ്. ശരിക്കും കേട്ടല്ലോ, ശരിക്കും നാളെ ഞങ്ങൾ വരും, PC ഇതൊക്കെ ആയിട്ട് വരും, എന്നെ വീട്ടിൽ കയറ്റിക്കോളണം, എനിക്ക് റൂമേറ്റ് ആയിരുന്നോളണം. എന്നെ രാവിലെ ആകുമ്പോ വീട്ടിൽ എന്തായാലും ചവിട്ടോന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് നാളെ രാവിലെ ആകുമ്പോ പുറത്താവും. മിക്കുള്ളതും പുറത്താവും. നാളെ നമുക്ക് ഷെക്കിനെ ഇവിടെ ബുക്കാൻ വെക്കാം, വേറെ പ്രശ്നം. സംശയം ഉണ്ട് കേട്ടാ. അവിടെ ഒരു അരമണിക്കൂറിൽ എന്നെ സൗണ്ട് കേട്ടിട്ട് ഉറപ്പിച്ചു. ഇല്ല, എന്റെ അടുത്തേക്കൊന്നും പറഞ്ഞില്ല, അത് രാവിലെ കിട്ടത്തുള്ളൂ. തിരക്ക് കൂട്ടണ്ട, മനസ്സിലായോ? ഇവന്മാരാവശ്യമായിരുന്നു ഇന്ന് നമ്മളെ ഇന്ന് തന്നെ അടിക്കണം എന്നുള്ള. നാളെ നമ്മുടെ പയ്യന്മാരെ ബാന് മാറോ? സത്യം പറഞ്ഞിട്ട് ഇല്ല അണ്ണോ, റേഡിയോ കോള് കേട്ട് കളിച്ചില്ലാരും. ഇത് കള്ളക്കളി കേട്ടാ. ഞാൻ ലാസ്റ്റ് നിമിഷം എത്തിയപ്പോ കത്തിപ്പോളാം. ലാസ്റ്റ് നിമിഷം ഒരാളെ ഞാൻ അടിക്കാൻ പോയതാണ്, അവർ രക്ഷപ്പെട്ട്. വേറൊരു കാര്യം പറയട്ടെ എല്ലാവരോടും, ഭയങ്കര ഫക്കടപ്പ് വണ്ടിയേക്കണ ഈ വണ്ടി. ഇത് ഭയങ്കരമായിട്ട് നിരങ്ങുന്നു വണ്ടി, ഭയങ്കരമായിട്ട്. വണ്ടി എന്തോ പറ്റി, ഫിറ്റിംഗ് പവർ ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ വളരെ മോശം. വെട്ടി പോണില്ലേ ഇടയ്ക്കിടയ്ക്ക്. അത് മറ്റടുത്ത് പറയാം, മാരി എടുത്ത് വരാം, മാരി ചെയ്തു. ഇപ്പഴത്തെ ഹാൻഡ്ലിംഗ് ഇറന്നാലേ നമുക്ക് 4 ടയർ പോയാലും പിന്നെ വലിയ ഇത് വരില്ല, സീം വരില്ല. അതാണ് അങ്ങനെ ഇട്ടാണ്, അത് മാറ്റിയേ പറ്റൂ. ഇപ്പൊ ടയർ പോകുമ്പോഴും സീം വരുന്നുണ്ട്. ഇപ്പൊ ചുമ്മാ കറങ്ങുന്നുണ്ടോ വണ്ടി ഇപ്പൊ? അത് അഡ്മിൻ സൈഡ് എന്തോ പണിത് കട ഇതിനകത്ത് മാരി കറക്റ്റ് ഇട്ടത് എന്താ അങ്ങനെയോ അങ്ങനെയോ അതായിരിക്കും. എങ്ങനെ മീറ്റിങ്ങിന് മാരിനെ കൊണ്ടുപോകാൻ റാമ്പോ പറഞ്ഞ. മാരിനെ കൊണ്ടുപോകാനോ? ആ മാരി വന്നോട്ടെ. ഒരു കാര്യം ചെയ്യാം, ആണ്ട് വരാൻ പറ, അവിടേക്ക് വരാൻ പറ. എടാ ബാക്കിയുള്ളവര് പുറത്തുനിന്ന് കൊണ്ടോ, കുഴപ്പമില്ല. അത് ശരിയാണല്ലോ. മീറ്റിംഗ് ഏരിയന്റെ പുറത്ത് 2-3 വണ്ടിയിട്ട് വന്നാ മതി, കുറച്ച് ആൾക്കാർ. മനസ്സിലായോ? വരാനുള്ളവരൊക്കെ അവിടെ വന്ന് നിന്നോ, കാണാലോ. എല്ലാരും ഒരു എന്താ പറയാ, കേക്കോ അല്ലെങ്കിൽ വല്ല ഹാർട്ടോ അല്ലെങ്കിൽ വല്ല വേറെ ഞാൻ സ്നേഹം മാത്രം. ആ ഡമ്മിയോ അങ്ങനെ എന്തേലും ബൊമ്മേ. എല്ലാരും വരിക്ക് വന്നോ? ആരെ മേ തട്ടി വാറണ്ടടാ ബ്ലഫേ, കളിച്ചിട്ട് പോടാ. എടാ പോയിട്ട് റെഡ് ബുൾ കുടിക്കേ. എടാ പുറത്ത് വന്ന് നിക്കാൻ പറ, ഗേറ്റിന്റെ പുറത്ത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, റേഡിയോ കേൾക്കാൻ വേണ്ടിട്ടാ പറയണത്. വരാനുള്ളവരൊക്കെ അതിന്റെ പുറത്ത് വന്ന് നിന്നോ, മനസ്സിലായോ? വണ്ടി എടുത്തിട്ട് 5025ന്റെ മേലെ ആയിരിക്കും. അഡ്മിനെ ഒരു കാര്യം ആദ്യം പറഞ്ഞേക്കാം, മീറ്റിംഗ് ഏരിയ ആണ്, ഇവിടെ മാന്യമായിട്ട് ബിഹേവ് ചെയ്യണം. നമ്മള് അനാവശ്യമാണെങ്കിൽ വിത്തോട്ട് വാണി നമ്മൾ കിക്ക് ചെയ്യുവേ. അതുകൊണ്ട് സംസാരിക്കുമ്പോ നോക്കി സംസാരിക്കാം. അവരോട് പറഞ്ഞായിരുന്നു ഞാൻ 2 സൈഡ് എന്ന് പറഞ്ഞത് കേട്ടില്ല. അഡ്മിനെ അവിടെ ബുള്ള് വിളിക്കുന്നുണ്ടായിരുന്നു, ഒന്നാട് ചെല്ലോ. ഹലോ, പറഞ്ഞോ. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാവോ? സിറ്റുവേഷൻ ഒന്നുമില്ല. അടുത്തോട്ട് വരും, കേൾക്കില്ല. ഹലോ, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ കാർലോ? എനിക്ക് കേൾക്കുന്നില്ല, ഒന്ന് അടുത്തോട്ട് വരുമോ? പറഞ്ഞോ. മതി. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യൂ. സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഇന്നലെ നിങ്ങൾക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
അതിന്റെ ഇടയിൽ നിങ്ങൾ ഞങ്ങളൊരു മെമ്പറിനെ അടിച്ചു. അപ്പൊ ഞങ്ങളൊരു മെമ്പറിനെ അടിച്ച്. അപ്പൊ ഞങ്ങൾ അത് ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് 2-3 ആൾക്കാരുടെ മൾട്ടിപ്പിൾ ടൈം വന്ന് വിളിച്ചു. നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ അവിടെ പോയി. നിങ്ങൾ അവിടെ സംസാരിച്ചോടത്ത് ഈ കുറുപ്പിനെ വിളിച്ചോണ്ട് പോയി. നിങ്ങൾ സംസാരിച്ചില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അപ്പൊ ഞങ്ങളെ മെമ്പർ അടിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തായാലും ചോദിക്കണല്ലോ. അപ്പൊ അവിടെ ഞങ്ങളവിടെ നിങ്ങളെ മെമ്പറിനെ കണ്ടു. അവൻ ഹോസ്റ്റേ എടുത്തപ്പോ ഇന്നലെ അവൻ കത്തിപ്പോയി. അപ്പൊ അതിന്റെ സിറ്റുവേഷൻ ഇന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മളെ പയ്യനെ നിങ്ങൾ എന്തിനാ ഹോസ്റ്റേജ് എടുത്ത്? അല്ലല്ല, അതിലൊരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ ഷേക്ക്. അല്ലെ, ഈ കുറുപ്പ് അവിടെ സംസാരിച്ചായിരുന്നല്ലോ, എടാ വേറെ സിറ്റുവേഷനിലാണ്, അറിയാതെ കാണാൻ കൊണ്ടതായിരിക്കും ഒന്ന് വിടുന്നത്. അപ്പോഴേ കുറുപ്പ് പറഞ്ഞായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കുറുപ്പ് അവിടെ ലീഡറും കോ ലീഡറും നിങ്ങളോട് സംസാരിക്കാൻ അപ്പൊ ലീഡറും കോ ലീഡറും സംസാരിക്കാൻ താല്പര്യമില്ലാതെ പോയി. എടാ ലീഡറും കോ ലീഡറും നമ്മളെ MRGന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പറഞ്ഞില്ല നമുക്ക് സൈഡിൽ നല്ലല്ലോ എനിക്ക് വേണ്ടത്. പിന്നെ നിന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എപ്പോഴും എന്താ ലീഡറും കോ ലീഡറും ഇല്ല നിങ്ങളല്ലേ തൂറി, നമുക്ക് ട്രിഗറില്ല ബ്രോ. കുട്ടാ, നമ്മള് ഓൾറെഡി സിറ്റുവേഷനിലായിരുന്നു അവിടെ. അപ്പൊ നമ്മള് വെടിയൊക്കെ കൊള്ളുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് കൊള്ളും. അപ്പൊ നിങ്ങൾക്ക് കാണാല്ലോ 2 ഗ്യാങ് തമ്മിൽ അടിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് മാറി നിന്നൂടെ? വെറുതെ ഇടയിൽ കയറി അടി കൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ അടി കൊണ്ടിരിക്കും. അല്ല ഇന്നലെ അവിടെ കളി കാണാൻ വന്നായിരുന്നോ? ഇന്നലെ അവിടെ എന്തെങ്കിലും കളി കാണാൻ വന്നോ? ഞാൻ അങ്ങനെ എനിക്ക് എങ്ങനെ വിളിക്കാറിയുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തായാലും കഴിഞ്ഞു. സിറ്റുവേഷൻ ക്ലിയർ ആയില്ല നിങ്ങക്ക്? നമ്മുടെ ഒരു പ്ലെയറിനെ എടുത്തത് അതെന്തൊരു സംഭവം? അതിന്റെ പ്ലെയർ അതാ പറഞ്ഞത്. നിങ്ങൾ ബ്രോ ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ ഡോർ ഒന്നും ഞങ്ങളെ പ്ലെയറിനെ അടിച്ചവിടെ. അല്ലല്ല, അതല്ലല്ലോ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. ഏത്? അല്ല ഇത് ഇപ്പോഴാണല്ലോ പറയുന്നത്. എന്ത്? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണല്ലോ. ഞങ്ങളെ കൂടെ അടിച്ച് ചോദിക്കാൻ വന്ന് നിങ്ങൾ പിന്നെ ഹോസ്റ്റേ എടുത്തോണ്ട് പോയെന്ന്. അല്ല അപ്പൊ നമ്മള് ഹോസ്റ്റേജിനെ കിട്ടാൻ വേണ്ടി എന്താ വാടക വണ്ടിയാള് വാങ്ങിയിട്ടേക്ക സിറ്റിയിൽ ഫുള്ള്? നിങ്ങൾ ഇങ്ങനെ ആണോ ഹോസ്റ്റേജ് എടുക്കാൻ വേണ്ടി? നിങ്ങളെ വണ്ടി കയറി അപ്പോതിന് നിങ്ങൾ എടാ അവൻ സോറി പറഞ്ഞിട്ട് എടാ പാവം ഫ്ലഫി ഒരു സോറി പറഞ്ഞിട്ട് അതിന് അതിനൊരു മാന്യത അതിനുള്ളത് നിങ്ങൾ കാണിച്ചോ? ഫസ്റ്റ് ടൈം ഇതേപോലെ TV8 ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് നമ്മൾ നിങ്ങൾ താല്പര്യമില്ല. ആദ്യത്തെ സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞോണ്ടാ ഇത് പറയുന്നത്, മനസ്സിലായ? അവിടെ നമ്മൾ ഇതേപോലെ അതിന്റെ കണ്ടി നമ്മള് മാന്യത കാണിച്ചിട്ടുണ്ട്. ശരിക്കും ഹോസ്റ്റേജിന്റെ കാര്യത്തിലൊക്കെ അതൊക്കെ ഒരു മാന്യത വേണ്ടെന്ന് മനസ്സിലായില്ലേ? ലീഡർ ഈ ഡമ്മി കേസിനൊന്നും വരാറില്ല. സിറ്റുവേഷൻ ഇതായിരുന്നു. ഹോസ്റ്റേജ് എടുത്ത് കൊണ്ടുപോയി സിറ്റുവേഷൻ കണ്ടിന്യൂ. ഇന്നിപ്പം ഇന്നലെ ആ പ്ലെയർ പോയി, ആ സിറ്റുവേഷൻ ആ പ്ലെയർ പോയി. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് 9 മണിക്ക് ഹോസ്റ്റേജ് തരാൻ പറഞ്ഞ് 9 മണിയായിട്ട് കിട്ടിയില്ല. 10 മണിയായപ്പോ ഹോസ്റ്റേജ് വന്ന് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പ്രീ വാർ അടിച്ച് ഞങ്ങൾ ഡൗൺ ആയി. ഇപ്പം അത് ഞങ്ങൾ 15 മിനിറ്റുള്ളിൽ വാർ വിളിക്കും. അത് പറയാൻ വേണ്ടി വന്നത്. ഓക്കെ, എത്ര ഉള്ളു ബ്രോ? കൊള്ളാം, കാണാം നമുക്ക്. ശരി ഇയാളെ ഓർഡർ പൊട്ട, ഇയാളെ ഓർഡർ പൊട്ട, ഞങ്ങളെ നടക്കുന്നത് പൊട്ട. എടാ പൊട്ട, ഇയാളെ ഓർഡർ പൊട്ട മൊണ്ണെ. എടാ മൊണ്ണ, ഇയാളെ ഓർഡർ ഞങ്ങൾ നടക്കടാ. എടാ മൊണ്ണ, മാറി കൊണ്ടുപോടാ, പയ്യെ കിടന്ന് ഓടുന്നത് കൊണ്ടുപോകോ.
നീ പാടട ബിലാലെ, നീ പാട്, നീ മനസ്സറിഞ്ഞ് പാട്. പപ്പ വരണം വേണ്ടപ്പ ജോണി മോനെ ജോണി. ബ്രോ കഴിഞ്ഞില്ലേ പോ ബ്രോ. ഇല്ല നമ്മളൊരു പ്ലെയർ കയറാണ്ട്. ഇല്ല അഡ്മിന നമ്മളൊരു പ്ലെയർ കയറാണ്ട്. അത് അതിന് കാത്തുക. നമുക്കോട്ടിരിക്കാം, എല്ലാരും വരട്ടെ. സംസാരിക്കാം. നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇരുന്ന് കാര്യം പറയാം. സംസാരിക്കാം. എല്ലാരും ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല. എല്ലാരും വരട്ടെ. ഇതെന്താ ചോപ്പ് പച്ച മഞ്ഞ നീലി എല്ലാം ഉണ്ടല്ലോ ഇന്ന്. ഞങ്ങള് മറ്റേ ഇല്ല എന്താ പറയാ, ഞാൻ പറയട്ടെ അഡ്മിനെ, നമ്മളെ എക്സാൻഡീസിന്റെ VC-ലുണ്ടല്ലോ RP ചായക്കട എന്ന് പറഞ്ഞാൽ അതേമാതിരിക്കത്തെ ഒരു സെറ്റപ്പ് ഇവിടെ കൊണ്ടുവരണം സിറ്റിയിൽ. എല്ലാവർക്കും വന്നേ അല്ല അത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മുതുക്കി ഗാരേജ് ആണ്, പള്ളിമുക്ക് അത് മാറ്റിട്ട് വേറൊരു സ്ഥലം ഉണ്ടാക്കാം. ചായക്കടയിൽ അടി അത് നിയോൺ കളർ ആയ പിന്നെ നമ്മളെ മൈൻഡ് ഇല്ല. ഗ്യാങ്ങിന്റെ കളറിലും എനിക്ക് എല്ലാവരും കൂടെ ഉണ്ടോ? നല്ല മീന പാക്കൂന് മാത്രം പാക്കൂന് ഗ്യാങ് ഉണ്ടല്ലേ തീപ്പൊട്ട്. ഇവിടെ ആരെയും നല്ല ഞാൻ പാട്ട് എടുത്തിരാ വേണമെങ്കിൽ ഈറൻമുടി കോതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിടാതി പോലൊഴുകിടാം മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണോ നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണോ അപ്പുകുട്ടൻ പാടുവോ? അപ്പുകുട്ടൻ കൂടെ പാടുവോ? പിന്നെ അല്ല അപ്പുകുട്ടൻ പാടും, നമ്മളെല്ലാം പാടുപെടേണ്ടി അപ്പുകുട്ടൻ കൂടെ 4 മണി ആയാല് 4 മണിയായ വീട്ടില് ഒരു പാട്ട് പാടുന്ന ഞാൻ കേൾക്കാറുണ്ട്. ഈ പെൺകുട്ടികളെ പാടാറുണ്ട് അല്ലെ അപ്പുകുട്ടൻ? പോവല്ലേ ഇരി വാസ്കോടാ വാളിയാ ഇവിടെ ഇരിക്കാം. എല്ലാരും ഇരിക്കല്ലേ ഒരുമിച്ചിരിക്കാൻ റേഡിയോ കോൾ എടുത്തോണ്ടിരിക്കില്ല. കൊടുക്കാം. ഹലോ 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 നമ്മളാരെയും ഫോഴ്സ് ചെയ്യല്ലേ. അല്ലല്ല വേണമെങ്കിൽ കുഴപ്പമില്ല. അടുത്ത കിക്ക് കിട്ടേണ്ടി വരുമോ? അരിമിണ്ടായി ദയവ് ചെയ്ത് പോകുമ്പോ ആ എലി ഓട്ടിക്കണം എന്ന് പറയല്ലേ. വേണ്ട അയ്യോ വേണ്ട, ഞാൻ ഒട്ടിച്ചോളാം. എനിക്കാണ് കിട്ടിയത്. ഇതില് നിങ്ങൾ അഡ്മിൻസിൽ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരൊന്നും ഇല്ല. ഈ മോശം പാക്കൂര് പാട്ട് പാടുവോ?
പാക്കു പാടിയാണ് ആട് ബ്രോയുടെ പാട്ട് പാടിയിട്ടല്ലേ വളച്ചത്. കല്യാണത്തിന് മുമ്പ് പാട്ട് പാടി വളച്ച കല്യാണത്തിനാണോ ഞാനും നീ എല്ലാം പോയത്? ബ്രോ മറ്റേ കല്യാണത്തിന് മുന്നേ വരെ പൂക്കിയായിരുന്നു പറഞ്ഞ പാട്ടൊക്കെ പാടിക്കൊടുത്ത്. ആ പാട്ട് നിർത്താൻ വേണ്ടി ആദ്യ രാത്രി ചൂട് പാലാവുന്നു. അതിനുശേഷം പാടി പാക്ക് പാടും. പാക്കിന് അടിപൊളിയായിട്ട് പാക്ക് ഒരു പാട്ട് പാടാ. ഈ നേരത്തെ പാടി വേണ്ട. ഇങ്ങനൊന്നും പറഞ്ഞു എന്റെ 100ഓളം ഫാൻസ് നിർബന്ധിക്കുന്നുണ്ട് പുറത്ത്. പാട് 10,000 അടുപ്പിച്ച് ഫാൻസ് പറയുന്നു പാട്ട് പാടുന്നു. ധൃതി പിടിപ്പിക്കില്ലേ? സമയം കൊടുക്ക്. ആട് ബ്രോ ഇതാണല്ലേ ഗാന്ധിജി ഏതെങ്കിലും പാട് എനിക്ക് പോയിട്ടോ ബൈ ബൈ. അല്ല നിങ്ങൾ സിറ്റുവേഷൻ പക്കുനോട് ചീക്കാൻ പോണ പാട്ട് കേട്ടിട്ട് പോടാ സമയമില്ലടാ. പോടാ പോടാ. പറ്റും മിന്നൽ വാള മൈക്കി ഉണ്ട്, ഡ്രേക്കനുണ്ട്, എനിക്ക് പറയാം 3-4 PO ഒരുമിച്ച് കാണാല്ലോ. അൾട്രോൺ. ഇതാ കാണുന്നത് അതാണ് ഞാൻ ഫസ്റ്റ് എക്സലന്റ് ഇട്ടത്. എവിടെ നോക്കിയൊക്കെ എക്സലന്റിൽ ഒന്നുകൂടി FPS കൂടുതലുള്ള പീസൊക്കെ എക്സലന്റ് ഒന്നുകൂടി ഗ്രാഫിക്സ് ഒന്നുകൂടി അതിലും കിട്ടില്ല ആടുബ്രോന്റെ. പക്ഷെ ആടുബ്രോന്റെ കമന്ററി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ മിണ്ടാതിരിക്കോ. പാക്കു തന്നെയാണ് ഞാൻ നോക്കിയിട്ട് കമന്ററി വൈസ് ബെറ്റർ. ആ ബെറ്റർ കമന്ററി പീസി അത് ക്വാളിറ്റി കുറവുണ്ട്. സ്പെക്ക് ചെയ്യണതും കറക്റ്റ് ഇവനാ എക്സൽ. ആ എക്സൽ കിട്ടില്ല സ്പെക്ക് ചെയ്യോ? കിട്ടില്ല സ്പെക്കാ. പിന്നെ സ്പെക്കല്ല നോക്കുന്നത്. ഹോൾഡോ എന്താ ഒരു ഹോൾഡ് ഇട്ടു? ഹോൾഡ് ഇടുന്നു വെക്കുന്നുണ്ടോ? അത് പറ്റൂലാതാറാ. ഹോൾഡ് മെസ്സേജ് ഇട്ടേക്കുന്നു വാസ്കോ. എന്തായാലും എന്താ ചോദിക്കടാ വാസ്കോ എടുത്ത് അടിച്ചിറക്കിട്ടൊക്കെ പോ. എത്തിപ്പോ ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ളത്. എന്താ പറ്റിയോടാ? എന്താ പറ്റി? എടാ ഞങ്ങളൊരു പ്ലെയറിന് കത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നടാ അവൻ. കക്കാശി വേറെ പ്ലെയറിനെ കക്കാശി വേറെ പ്ലെയറിന് കേട്ടാൻ. ഹലോ ഇവരുടെ ഒരു പ്ലെയർ കത്തിപ്പൊക്കൊണ്ടിരിക്കുന്നു. വേറെ പ്ലെയറെ കയറ്റണോന്ന് പറയുന്നുണ്ട്. അത് അവർക്ക് കേറ്റാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കേറ്റാം. പക്ഷെ നമ്മൾ വലിച്ചു കൊടുക്കത്തില്ല. ഓക്കെ നിങ്ങക്ക് കയറ്റാം. പക്ഷെ നമ്മള് ഡ്രാഗ് ചെയ്തിട്ട് എടുത്തില്ല കേട്ടോ. ഓക്കെ അതൊരു ഹോൾഡ് ഇടോ രാജു ഭായ്? ഹോൾഡല്ലേ ഇപ്പൊ കേറി അടിക്കണമെങ്കിൽ അടിക്കാം. മാൽബ്രോ ഹായ് ഹോൾഡ് ഇട്ടില്ലല്ലോ. അഡ്മിൻ ഹോൾഡ് ഇട്ടില്ലല്ലോ. നമ്മള് മാത്രമേ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ നോക്കുന്നുള്ളൂ. എന്നുള്ള രീതിയിൽ നമ്മളിതൊക്കെ അമ്മാര് പ്ലെയർ വരട്ടെ നേരത്തൊക്കെ നിൽക്കും. ലൈവ് മുമ്പോട്ടാക്കുന്നോ? ലൈവ് ഒക്കെ എത്തേണ്ടടുത്ത് എത്തി തോന്നട്ടാ. അങ്ങ് ചെല്ലേ മുട്ടമണി എന്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഈ കളി കൂടി ഇവന്മാര് തോറ്റ ഇവന്മാരായിട്ട് നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. ഇവന്മാര് ഇങ്ങോട്ട് വരൂല എന്തായാലും. തോന്നൽ മാത്രം. അടുത്ത 5 ദിവസം കഴിഞ്ഞ ഇവര് ആദ്യം വരും. നമ്മളെ ഗാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. അടുത്ത വീണ്ടും TV ആയിട്ട് നമ്മളെ സിറ്റുവേഷൻ ആകാൻ കാത്തിരിക്കും. അതിന്റെ കൂടെ നീ അത് കഴിഞ്ഞിട്ട് വരും. ഒരു അലിയൻസ് അല്ലേ രണ്ടുപേരും? നീ എന്റെ വണ്ടി എടുക്കൂലേ? ഞാൻ കണ്ടല്ലേ ബെനീസാണല്ലോ. പഴത്തിന്റെ അല്ലേ? എല്ലായിടത്തിനും പറയാം പൊയ്ക്കലടുത്ത്.
എല്ലാത്തിനും അങ്ങനെ പറയാ. ഫാമിലി ഫ്രണ്ട്ലി പാതിരാത്രി ഇടാ 5 ആള് ചോദിച്ചിട്ടുണ്ട് 5 6 അയച്ചു കൊടുക്ക്. പിള്ളേച്ചൻ വേറെ അറിയില്ല ഗൈസ്. മാരിക്കൊക്കെ 150 170 FPS. സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ആർക്കേ മാരി മാരിക്ക് 170 FPS ആ? 160 150 പ്ലസ്. ദിൽഷാ ബ്രോ താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ ദിൽഷാ ബ്രോ? യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തോ ചങ്ങായി ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. മൂവ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇറങ്ങി നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. സുഖം സന്തോഷം അത്രേ ഉള്ളൂ. മുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വിൽ ട്രൈ ബ്രദർ. നമ്മളെ വണ്ടി പോകുന്നുണ്ട്. എന്താണ് ഇടക്ക് ഇവിടെ നിക്കൂതാണ് ഇവന്റെ ഒരു കുഴപ്പം. ഈ ഒരു റീജിലോട്ട് ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പച്ചായിരുന്നില്ലല്ലോ കുറച്ചേരത്ത്. അല്ല, അവിടെ നമ്മൾ മാറുന്നുണ്ടെങ്കിൽ ആ മല അവർക്ക് കൊടുക്കണതാണ് അതിന്റെ അർത്ഥം. അവര് കേറാൻ വേണ്ടി കഴിഞ്ഞ കളിയിൽ തന്നെ അവര് തിരിച്ച് വണ്ടി കയറി പോണതാണുമ്പോ ഇവരെല്ലാവരും ഒരുമിച്ച് കുത്തിക്കും. പക്ഷെ കഴിഞ്ഞ കളിന്റെ കുത്തല അടിപൊളിയായിരുന്നു. സാധനമായിരുന്നു. അമ്മമാര് ഇതേമാതിരി തിരിച്ച് കേറാൻ നേരത്തെ നമ്മളെ കുത്തിയത് ഫുള്ള്. മാരി എന്തൊരു ക്രോസ് കയറും ഇത്. നമ്മളവിടെ നടക്കുന്നത്. KV ഓൾറെഡി ഇറങ്ങി കുത്തിച്ച് അടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. KVയുടെ ഡ്രാക്കൻ, വിപ്സി, ഷേക്ക് എല്ലാം ഇറങ്ങി നടിക്കുന്നുണ്ട്. ബട്ട് പ്ലേയേഴ്സ് റിട്രീറ്റ് ചെയ്ത് പോയ കാഴ്ചയാണ് കണ്ടത്. MRC 742 ഹിൽ ടോപ്പിലേക്ക്. ഇല്ലടാ, നാളൊക്കെ സസ്പെൻഷനാ. ഈ വാറ കഴിഞ്ഞോടുകൂടി സസ്പെൻഷൻ അടിച്ചു കിട്ടും. നോക്കോ, എല്ലാ ഗാങ്ങിനും ഒരു റൂള് തന്നെ ബ്രോ, വ്യത്യാസമൊന്നും ഇല്ല ഇവിടെ. ഒരാഴ്ച കൊച്ചിയിൽ ഈ വാറ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്, 7 ദിവസം ഗ്യാങ് സസ്പെൻഷനും ഉണ്ടാവും, 10 ദിവസം ഗ്യാങ് റെസ്ട്രിക്ഷനും ഉണ്ടാവും. മറ്റേവന് ഫ്ലഫിക്ക് എനിക്കുണ്ട് 10 ദിവസം ഗ്യാങ് റെസ്ട്രിക്ഷൻ. നെക്സ്റ്റ് 7 ഡേയ്സിൽ നമ്മളൊരു ട്രിപ്പ് പോകും. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ PUBG ടൂർണമെന്റ് നടത്തും. അതെ അതെ ആ ടൂർണമെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ മറ്റന്നാ പോരെ, നാളെ ഉറങ്ങാം നമുക്ക്. അല്ല, ഇതിപ്പോ ഇന്ന് അപ്പം മറ്റേ ഓപ്ഷൻ മാറ്റിയോ? നാളെ വിളിക്കാലോ ഓപ്ഷൻ. ഇന്ന് നമ്മളെ മാറില്ലേ, നമ്മള് മാറുന്നപ്പോ എല്ലാം മറക്കല്ലേ, മറ്റേ മറക്കല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മറക്കല്ലേ, അല്ലെങ്കിൽ മൊത്തം റീസെറ്റ് ആയി പോകും. ഏതാ? അത് മറ്റേ മേടിച്ചാണ്. നീ സിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ചാണ് അഡ്മിനെ വിളിച്ചുകൊണ്ട്. MRCയുടെ വെഹിക്കിൾസ് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്, അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വരൂലല്ലോ, പുഷ് ഡിഫൻസീവായിട്ടാണ് കളിക്കുന്നത്. ആരും പേരില്ല. അസീമേടാ, വെൽക്കം ടു സ്ട്രീം. പോയി ഉറങ്ങ് പ്ലീസ് എന്നാ. എടാ ഞാൻ വാറസ് വെക്കില്ലടാ, എന്താ നീ ഇങ്ങനെ ഒരു ടോക്ക്? ഞാൻ വാറ് കണ്ടോണ്ടിരിക്കല്.
അതാണ് മനസ്സിലാവുന്നത്. സുലൈക്കാത്താന്നൊക്കെ പേരിട്ടിരിക്കണേ. അല്ലാഹുവേ. ആരെ അടിച്ചു? ആട് പുറവാനാണോ അടിക്കുന്നത്? മനസ്സിലാവുന്നില്ല. എക്സിൽ ഉറങ്ങി ഇങ്ങനെ വീഴും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ പോകുന്നുണ്ട് പുള്ളി. മുമ്പല്ലേ ഇവിടെ ചാറ്റ് വായിച്ചാണേ സഹോദര. അതെവിടെ റോക്ക് ഷൂട്ടിലല്ലോ. പാക്കുവിന്റെ ലൈവ് കാണുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ പാക്കു ഇടക്ക് ഓരോ ലൂപ്പ് ഹോൾ പോയിന്റ്സ് എന്തെങ്കിലും പറയും. ചിലപ്പോ അത് തെറ്റും. ഒന്നെങ്കിൽ അത് നമുക്ക് ക്ലിപ്പ് ആക്കാൻ, നമ്മൾ ഓഡിയൻസിന് തന്നെ ക്ലിപ്പ് ആക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ ഒരു ഇതുണ്ട്. അറിയാതെ പറയുന്നല്ലേ. എടാ 4 മണിയായടാ മയിരെ. ഈ സമയത്ത് വന്നാണ്ട് ഇവിടെ നിന്റെ കടി തീർക്കുന്ന എന്തിനാടാ പുണ്ണെ? കടന്നുറങ്ങടാ മയിരെ. മറ്റേ ഐക്കോണിക് ഡയലോഗ് പറയും, മുട്ടമണി തിരുപ്പി ഉറങ്ങാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കുന്നത് ഇവനൊക്കെ എത്ര മണിക്കൂറായി? 5 മണിക്കൂറായി. 4 മണിക്കൊക്കെ ആകണ വാട്സാപ്പിൽ വിളിച്ച് ഓൾ ദ ബെസ്റ്റ് പറയുന്നേ. പൊന്നു ബ്രോ അടിക്കൂ. കേക്കാടാ? ഹലോ. ഹോൾഡിങ്ങിന്റെ ആട് ഉറങ്ങിട്ട് വന്നിട്ടാ കേക്കാവുന്ന. അയ്യോ നാളെ പണിക്കോണ്ടേ. ഓ ഞമ്മക്ക് പിന്നെ ആ ഒരു സമാധാനം ഉണ്ട്. കടന്നങ്ങോട്ട് ഉറങ്ങിയാ മതി. പിന്നെ നാളെ കാലത്തടി മൊയലാളിയുടെ ഡ്യൂട്ടിക്ക് ബാക്കിലേക്ക് 2 ഗാങ്ങും 2 സൈഡിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കാണുന്നത്. പ്ലീസ് 5 മണിക്ക് മുമ്പ് തീർക്കും. നാളെ രാവിലെ എണീച്ച് ദൃശ്യം നാളെ ദൃശ്യം റിലീസാണോ ഗൈസ്? തൃശ്ശൂര് പോണ എനിക്ക് 2 ടിക്കറ്റ് ഉണ്ട്. കോട്ടയുണ്ട്. കോട്ടയത് മലകുത്തി ഇവനെവിടെ അടിപൊട്ടി. MR-സെഡ് KV ഇവിടെ കുത്തിയിട്ടുണ്ട്. MR-സെഡ് KV കുത്തിയിട്ടുണ്ട്. ഇവിടെ 2 ഗാങ്സും കുത്തിയിട്ടുണ്ട്. KV അടിച്ച് കേറുന്നുണ്ട്. MR-സെഡ് CK മാരി കാർലനാക്കിയിട്ടുണ്ട്. CK മാരിയാണ് ഫസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നത്. അലക്സ് ജൂനിയർ ഒരു പിക്ക്. ഇതാ കക്കാശി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ക്രിസ്റ്റിയുടെ അടുത്തൊരു പിക്ക്. ഷീബ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്. മൈക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് ഒരു പിക്ക്. റഷ്യൻ സ്പീഡ് ഒരു പിക്ക്. പ്രണസേട്ടൻ ഒരു പിക്ക്. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദിന്റെ അടുത്തൊരു പിക്ക്. അലക്സ് ഡുവർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇതാ കുറുപ്പടേന്റെ ഒരു പിക്ക്. അലക്സ് ഡുവർ ഒരു പിക്ക്. കക്കാശി ഒരു പിക്ക്. ജപ്പാൻ ഡാൻജി ഒരു പിക്ക്. അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്. KV ഹിറ്റ്മാൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. MR-സെഡില് ഇനി ജപ്പാൻ ഡാൻജി, പിന്നെ അതുപോലെ തന്നെ അലക്സ് ഡുവർ 1 HP ആണ്. അലക്സ് ഡുവർ ഫ്ലഫി കക്കാശിയുടെ ജപ്പാൻ ഡാൻജി മാത്രം. ഞാൻ പറഞ്ഞില്ല അലക്കേണ്ട. തൂറാത്തോൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാക്കല്ല. മനസ്സിലായോ?
കളിപ്പരുത് വായി കൊടുത്ത പട്ടിത്താഴെ അറവാണ് പുണ്ടച്ചി മോനെ. നീ കൊണക്കാ നീ എന്നത് സിറ്റുവേഷൻ മൂഞ്ചാൻ വരുന്ന കന്തിയിലെത്താൻ വരും. അല്ലല്ല എന്താ 3 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാൻ വരുമെന്ന് ആ ഒരു മിനിറ്റ് ആ പാട്ടൊക്കെ ഒന്ന് ഓഫ് ആക്കണം. ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറയണ്ട. ഇനി എനിക്കൊരു കാര്യം പറഞ്ഞ എടാ പച്ച പൂറി മോനെ, നീയല്ല നിന്റെ ഗ്യാങ്ങിലെ 35 കണ്ടികള് ഒരുമിച്ച് ഊമ്പാൻ വന്നാല് MRCയുടെ കുണ്ണ വലുത് തന്നെ, മനസ്സിലായ? കേട്ടാടാ ഡെമ്മി പുണ്ടച്ച് നിന്റെ പച്ചത്തിട്ട് അണ്ണന്മാരെ വിളിച്ചോണ്ട് ഗ്രൈൻഡ് ചെയ്യണം പട്ടി തായോളി. അണ്ണന്മാരല്ല ഭർത്താവിനെ പണ്ണാൻ പറ്റിയില്ല, ഭാര്യയുടെ കൂതിയിലടി ഡമ്മിയുടെ പൂറിലടിച്ചു കൊടുത്തിട്ടുണ്ട്. പൂറിലോ മാരി നീ വണ്ടിയതാരെന്നറിയോ? കാർലോ ഡമ്മിനാണ് ആദ്യം തന്നെ എന്നോട് ഗ്യാങ് ഹൗസിന്ന് എന്തോ പറഞ്ഞായിരുന്നു 3 ദിവസം കഴിഞ്ഞിട്ട് എന്തോ പണ്ണപ്പെടുമെന്നോ കൊടുക്കുന്നോ എന്തൊക്കെയോ ഇറങ്ങിപ്പോരുമ്പോ പറഞ്ഞിരുന്നു. പച്ച പുണ്ടച്ചട കിട്ടില്ല അണ്ണാക്കില് സാമാനത്തിൽ വരെ ക്യാരറ്റ് വെച്ചോണ്ട് നടക്കണ എമ്മാരത്തേക്ക് എന്ത് പറഞ്ഞിട്ടാണ്? എല്ലാരും അലക്കല്ല പറ ലൈവൊക്കെ നിർത്തി പോയി, പച്ച പുണ്ടച്ച് പോയി. അല്ലല്ല നാളെ അടിക്കാം പറ്റൂല, എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ന് ഊമ്പിട്ട് പോയത്. എടാ 2-0 6 മാസത്തെ നിന്റെയൊക്കെ കൊടയുണ്ടല്ല. 6 വർഷം 3 മാസം കൊണ്ട് ഊമ്പി. 3 മാസം കൊണ്ടല്ല. എടാ നിക്ക് ഒരു മിനിറ്റ്. പന്നിയടാ എടാ കാർലോ പൂറി മോനെ, നിന്നെ പന്നി, മനസ്സിലായ? നിന്നെ പന്നി MRC കേറി നിന്നെ പന്നി. നീന്ന് കുറുപ്പിന്റെ അടുത്ത് എന്താണ് ഡയലോഗ്? സോറിയാണെന്നവനെ കുറിപ്പിന്റെ കുറുപ്പിന്റെ സോറി അല്ല, കുറുപ്പിന്റെ അന്തി ആരാടാ നിനക്ക് ഞാൻ കൊടുത്തായിരുന്നു റാമ്പോ. വായിൽ ഒരെണ്ണം വെച്ച് കൊടുത്തു. അപ്പൊ ചൂപ്പി ഇരിപ്പുണ്ട് മാസ്കിന്റെ ഇടയില്. ഇവൻ കഴിഞ്ഞവണ ഒരു കാര്യം പറഞ്ഞു, നമ്മള് അടിച്ച് ഇനി അടുത്ത നമ്മൾ എന്ത് സിനിമാറ്റിക്സ് ഇറക്കാത്തേന്ന് അറിയാമോ? എടാ കാർലോ കുണ്ണെ, നമ്മൾ എന്ത് സിനിമാറ്റിക്സ് ഇറക്കാത്തേന്ന് അറിയാമോ? വെയിറ്റാക്ക്, നിന്നെയൊക്കെ ഒരിക്കൽ കൂടെ പണിയിട്ട് മാത്രമേ നമ്മൾ ഇറക്കോളം അന്ന് തീരുമാനിച്ചതാ. ഇനി 2 തുളയുണ്ടല്ലോ ഡമ്മിക്ക്, അതുകൊണ്ട് കുനിച്ചു നിർത്തി 2 പ്രാവശ്യം. അതല്ല വാറനുണ്ടല്ലോ ഇക്രു. ഞാൻ എന്റെ ടീമേറ്റിനെ അടിച്ചിട്ടിട്ട് പോലും കഴിവില്ലാത്തവന്മാര് നിങ്ങൾ അടിച്ചു. അല്ല ഇത് നോക്കിയോ കുറുപ്പേ, ഒരു WIGന്റെ കോള് കേട്ടോ, സ്ക്രീൻഷോട്ട് നോക്ക്. കൂതിമാന്റെ അല്ലെ സത്യം പറഞ്ഞ കളി പോയിന്ന് ഞാനും വിചാരിച്ചാണ് ഇത് ഇവന്റെ കോള് കേട്ടോ. കേൾക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടോ? കാർലോ കളിക്ക് ഇറങ്ങിയില്ലേ? എടാ ഇവരെന്തിനാണ് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ഈ കാർലോനെ ഇറക്കുന്നത്? ഡമ്മി ആദ്യം തന്നെ വീട് തൊക്കെടുത്തില്ല. അത് വാറ് അത് ഇന്നത്തെ മേക്കെ വീറ്റാക്കി മേക്കെ അതല്ല, ഇന്നത്തെ വാറിലും പ്രീ വാറിലും അതന്നെ. അണ്ണന്റെ അവസ്ഥ തന്നെയായിരുന്നു. ഇറങ്ങി അപ്പൊ തന്നെ വിളിച്ചു.
ഇങ്ങനെ നമ്മളൊക്കെ ഇറങ്ങുവാണെങ്കിൽ അല്ലല്ല കഷ്ടപ്പെട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഓരോ അവസരങ്ങളിൽ ഇറക്കുന്നത്. പുള്ളി ഇറങ്ങുന്നത് എന്തിനാണെന്നറിയോ? ബാക്കിയുള്ള ഗ്യാങ്ങിന്റെ അടുത്ത് പറയാൻ ഞാൻ ലൈനപ്പിലുണ്ട്, നീ ലൈനപ്പിലുണ്ട്. ഞാനാണ് ലീഡർ, ഞാൻ ലൈനപ്പിലുണ്ട്. പക്ഷെ ആദ്യം വീണയാനായിരിക്കും. അത് ഞാൻ എന്റെ ടീമിനേറ്റിന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞേക്കണേന്ന്. അതല്ലേ കോമഡി. അതിലും ഭേദം അവനെ സാഗരൻ കേച്ച് പാറിന് വേണ്ടിട്ട് കൊണങ്ങി നടക്കുന്നു. ഓൾറെഡി പൂർണ്ണ ഹിറ്റ്മാനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നെ വാറിന് ഇറക്കണേ, ലൈവ് ഇട്ടിട്ടുണ്ട്. പിന്നെ റാംബോയെ പറ്റി പറയണ, വെയിറ്റ് ഒരു മിനിറ്റ്. റാംബോയെ പറ്റി പറയണ, റാംബോ വരേണ്ട കാര്യം നിന്നെ അടിക്കാൻ, മനസ്സിലായ? റാംബോ സിറ്റി വേണോന്നുമില്ല നിന്നെ കടിക്കാൻ. ഇവിടെ പയ്യന്മാര് നമ്മളായിട്ടുണ്ട് നിന്നെ കടിക്കാൻ, മുണ്ടച്ചോക്കളെ. ഒരു ഷിറ്റ്സുപ്പട്ടി എന്ന് പറഞ്ഞ കൊടിച്ചുപട്ടി സാഗറാണ്. കൊടിച്ചുപട്ടി സാഗർ ഇവനെയൊക്കെ കൂടി റാംബോനെ പറയാൻ നീ തനി നാടൻ പറ്റി കൂത്തിപ്പട്ടി. സംഭവം പറഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞ് വരുമ്പോ അടുത്ത നീ എന്തിനാണ് എന്റെ വണ്ടി കയറി എന്ന് പറഞ്ഞിട്ട് കള്ളാന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയണ്ടേ. അന്ന് ഗ്യാങ് ഇല്ലാതെ പറഞ്ഞുകൊണ്ട് അപ്പാപ്പനെ എടുത്തോണ്ട് പോയായിരുന്നു. മക്കളെ, അപ്പാപ്പൻ ഇനി എടുത്തോണ്ട് പോയാൽ ഇനി അടി വാങ്ങും. അപ്പാപ്പന് റോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പാപ്പനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഏത് കൂതിര പോയാലും അടിക്കും. വേറെ ആരും സിറ്റുവേഷന്റെ ഇടയിൽ ഇമാരെ കൊണ്ട് അതേ നടക്കത്തുള്ളൂ. വല്ലവന്മാരെ സിറ്റുവേഷന്റെ ഇടയിൽ കയറിട്ട് വേറൊരു ടോക്കറുണ്ടല്ല മരിഞ്ഞ് നമ്മളിപ്പോ ജയിച്ചല്ല പ്രീ വാർ ഇതൊക്കെ. അപ്പൊ ഇനി പറയും ഇത് എന്താന്നറിയോ, TVനായിട്ട് തോറ്റല്ല, അതാരനോട് ഭയങ്കര ഫ്രസ്ട്രേഷൻ നമ്മളെടുത്ത്. എന്നാലും തോറ്റത് അക്സെപ്റ്റ് ചെയ്തിട്ടാ അണ്ണന്മാര്. കാര്യം പറയാം, എനിക്ക് ഒരു ഒറ്റ കാര്യത്തിൽ റിക്വസ്റ്റ് ഉള്ളൂ. ഇനിയെങ്കിലും ഗെറ്റ് ബെറ്റർ ഗൈസ്. ഒരു കാറിന്റെ എടാ ഞാനൊരു കാര്യം പറയട്ടാ. എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് നമ്മുടെ മെയിൻ MRCയിലെ അണ്ണൻ നമുക്ക് കണ്ടന്റ് ഇറക്കുന്നുണ്ട്. 2030 നമ്മളത് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇല്ല സുയിബ്രോയുടെ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അവൻ പറഞ്ഞ് ഈ വാണങ്ങളെ കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കാൻ വയ്യ അളിയാന്ന്, വെറുതെ ടൈം ഓഫ് വേസ്റ്റ് എന്ന്. ഇതിപ്പോ നാണക്കേടായാലോ, സെയിം സ്ഥലത്ത് തന്നെ 2 പ്രാവശ്യം പണി. ഓ ഇതിപ്പോ അതുകൊണ്ട് ഇത് തന്നെ മാലിക്കന്റെ അടുത്ത് പറഞ്ഞത് 2 പ്രാവശ്യം ഒരിടത്ത് തന്നെ നിനക്ക് എളുപ്പമായി കണ്ടിട്ട് സാഹചര്യത്തിൽ നമ്മുടെ ഐജിലെ ഫ്ലഫി 2 വാക്ക് സംസാരിക്കണം. ഒന്നും പറയുന്നില്ല. കളിച്ച ഫ്ലഫി മൈക്കോണെങ്കിൽ 2 വാക്ക് ഫ്ലഫി ഒന്നും ഇല്ല. ഞാനതല്ല ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇവന്മാര് ടിവിയുടെ വാറ് കഴിഞ്ഞ് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നു വന്നത് ഇതിനായിരുന്നു. അണ്ണാക്കില് ക്യാരറ്റ് തിരികെ വെക്കാൻ വേണ്ടിട്ടായിരുന്നു ഇവന്മാര് വന്നേ. ഇതിപ്പോ എക്സ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, ഊമ്പിയല്ലോ. കോമ്പോ അടിച്ച് കണ്ടന്റ് അടിക്കാൻ പറ്റിയില്ലല്ലോ. എനിക്ക് കോണാറിന അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇതേപോലെ കെവിനെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടിവിനെ നമ്മൾ അടിക്കും. നമുക്ക് കുറച്ച് ടൈം വേണം, മനസ്സിലായ? അൺലക്കി തോൽവി ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയാം നമ്മുടെ മിസ്റ്റേക്ക് ആണ് വാറ് തോറ്റത്, അല്ലാതെ അതൊന്നും അല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മ തോറ്റി അതുപോലെ മറ്റോ ഈ KV അതിന്റെ ഒക്കെ തോറ്റതാവും മരം വയ്ക്കണം. അല്ലാണ്ട് TVയുടെ കാര്യം പറഞ്ഞു പാമ്പരരുത് എന്ന് പറഞ്ഞു. സത്യം TVനായിട്ട് അങ്ങ് തോറ്റി അക്സെപ്റ്റ് ചെയ്ത്. പക്ഷെ ഈ 9 TVയുടെ കാര്യം പറഞ്ഞ നമ്മളെ അടുത്തോട്ട് ഒരു യോഗ്യതയില്ല. ചാറ്റ് ഫുള്ള് പറയുന്നത് KVL
തല്ലണ്ട വിട്ടേക്ക് തീട്ടങ്ങളെന്ന് കേട്ടാ. ഇല്ല അങ്ങനെ പറയില്ല അവന്മാരായിട്ട് എന്നെ ഇങ്ങോട്ട് വരുന്നു. ഒരു മിനിറ്റ് ഈ വണ്ടി ഇപ്രാവശ്യം എത്ര സെക്കൻഡാ? 25 സെക്കൻഡോ? എത്ര? കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 10 സെക്കൻഡ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 10 സെക്കൻഡ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 10 സെക്കൻഡ്. ഞാൻ പറയാനായിട്ട് 10 പ്രാവശ്യം കൂടെ വാ, അപ്പോഴത്തേക്ക് കുറച്ച് സെറ്റ് ആവും. അല്ല എന്തോ ഒരു ഇത് പറഞ്ഞിരുന്നല്ലോടാ, 1 വീക്ക് പ്രാക്ടീസ് വേഴ്സസ് 1 hour പ്രാക്ടീസോ? കഴിഞ്ഞ ഒരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് 10 സെക്കൻഡ് ആണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടിയത്? കൊടുത്തു പറഞ്ഞു വായില്. ഞാനേ ഇത് ഇവന്മാര് മറ്റേ സിനിമാറ്റിക് ഫ്രെയിം സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഞാൻ ഹോസ്റ്റലിനെ വിളിക്കാനായിട്ട് ചെല്ലപ്പോ എന്നോട് പറയാ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നു. ഞാൻ പറഞ്ഞ ഒരു 20 സെക്കൻഡ് താമസിക്കും ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞേ അവർ 5 മിനിറ്റ് വന്നാൽ മതി, ഞങ്ങൾ അപ്പഴത്തേക്ക് ഞങ്ങളുടെ സിനിമാറ്റിക് ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെ എടുത്ത് ഇടും? ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കഴിച്ച നമ്മുടെ അകത്ത് ഊക്കാൻ വേണ്ടി ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം പച്ചത്തീട്ടങ്ങൾ. അല്ല ഇനിയിപ്പോ അവർക്ക് ഇനി സിനിമാറ്റിക് ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഞാൻ വേണമെങ്കിൽ അങ്ങ് വന്ന് നിന്ന് തരാം. നിങ്ങൾ എന്നെ കൊന്നിട്ട് ആ ഫ്രെയിം എടുത്തിട്ടോ. ഞാൻ അല്ലാതെ പറ്റത്തില്ല. എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാളെ, പയ്യന്മാര് എല്ലാ സ്ഥലത്തും അടിയുള്ളതാണ് അല്ലേ സ്പീഡോ? എല്ലാ സ്ഥലത്തും അടിയുള്ളത്. എന്നിട്ട് എവിടെ പറയും സ്ട്രീ സ്നൈപ്പ് ഓമ്പിന്ന്. എല്ലാ സ്ഥലത്തും പാട്ടിയെ പോലെ അടികളും വന്നിട്ട് കുഞ്ഞമ്മ ഓമ്പി. അല്ല വേറൊരു കാര്യം കേൾക്കണം, നമ്മുടെ പിള്ളേരൊക്കെ ബാനും കൂടെ ആണ് കേട്ടോ. ഇനിയിപ്പോ ആ റീസൺ പറഞ്ഞെന്ന് പറയും. നിന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് പ്ലക്കിയ ജോഷും ഒക്കെ പുറത്താ. ഓനും കൂടെ കേറിയെങ്കിൽ അഭിപ്രായത്തില് ഇത് 15 സെക്കൻഡ് നിക്കൂലായിരുന്നു. ഉറപ്പാണ് 10 പോലും നിക്കൂല. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് അല്ല കേട്ടോ. അപ്പൊ വേറെ ഉണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്ന അവിടുത്തെ IGL മനസ്സിലായി തോന്നുന്നു ഇന്നത്തെ റൂം പോകുന്നു. കാരണം പുള്ളി ലൈവ് ഒന്നും ഇട്ടില്ല. ലീഡറിനെ കൊണ്ട് അത്ര ലൈവ് ഇടിച്ചിട്ട് അങ്ങനെ മനസ്സിലായി. ആദ്യം മനസ്സിലായി. പയ്യന്മാരൊന്നും അവസാനം കണ്ടില്ല വാറും കഴിഞ്ഞിട്ടൊന്നും. അതല്ലട്ടാ, കാർലോ മറ്റേ അപ്പൊ തന്നെ പ്ലഗ് ഗുരി എന്നാണ് അറിഞ്ഞത് കേട്ടാ. അപ്പൊ തന്നെ പ്ലഗ് ഗുരി എന്നാണ് അറിഞ്ഞത്. വീണപ്പോ തന്നെ ഉണ്ടല്ലോ അവിടെ ലൈവ് എടുത്ത് നോക്കിയപ്പോ ആരുമില്ല. അപ്പൊ തന്നെ പ്ലഗ് ഗുരിയാണ്, വേറെ ഒന്നും നോക്കില്ല. ഇവിടെ ഇപ്പൊ വെള്ളം അവിടെ സാഗർ പട്ടിയുടെ സാമാനം നക്കാൻ പോയെന്നാ ഞാൻ കേട്ടത്. സാഗർ ഇനി മുന്നോട്ട് ജീവിക്കണോ? അതെ നാളെ സാഗർ വേറെ ഗ്യാങ് കയറാൻ പോണെന്നാണ്. സാഗർ മിക്കാറും ഇല്ലേ? സാഗർ ഇങ്ങനെ കൊണക്കാൻ മാത്രം കഴിവുള്ള ആരെങ്കിലും ഗ്യാങ്ങി കയറ്റു. ഞാൻ പറഞ്ഞ പട്ടി ഗ്യാങ്ങിലും കയറും പൂറിമനെ. അതായിരുന്നു എനിക്ക് നല്ലത്. നക്കി നിക്കാൻ നിനക്ക്. ഇവനെ കൊണ്ട് അതിനെ പറ്റുള്ളൂ. ഇന്നെന്ത് മോനെ വന്നില്ലേ കാലില് മറ്റേ ടാറ് മണിക്കോണ ഷൂസ് ഒക്കെ എടുത്തിട്ടിട്ട് അതൊക്കെ മാസാണ് ബ്ലേക്ക്. അതൊക്കെ മാസം ബ്ലേക്ക് വേണ്ടട്ടോ. കൊടിച്ചിപ്പട്ടി സാഗറാണ് കടിക്കുന്നത്. നമ്മള് കാലിനെ കര വെട്ടിയേക്കാം. അപ്പൊ കാലിന് വേണ്ടി കൊള്ളാതൊക്കെ വേണ്ടി ഒരു ഇത് എഴുതി വിടുന്നമാരെ നോക്കി. എന്താ മച്ചു ഞങ്ങൾക്ക് ഹോസ്റ്റ് എടുത്ത് മാസാവാനെ അറിയൂ? എന്താ എന്തിനെ കളിയാക്കാൻ പറ്റില്ല? വാസ്കോനെ എടുത്തോണ്ടെങ്കിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മുടെ അലക്സ് എന്തോ പറയാനുണ്ട്. അലക്സിന് 5 വിക്കന്തരം ഉണ്ട്. ഒന്ന് കാണിച്ചാൽ അലക്സിന്റെ POVക്ക് മുന്നേ